കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയാണ്. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേതൃത്വം നൽകുന്നത് രാജ്യദ്രോഹികളാണ് എന്ന് തറപ്പിച്ചു പറയുകയാണ് AP അബ്ദുള്ളക്കുട്ടി. തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്തുണ ഇവർക്കുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് AP അബ്ദുള്ളക്കുട്ടി. BJPയെ ഈ സമരം പേടിപ്പെടുത്തുന്നൊന്നുമില്ല. ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടത് തെരുവിലല്ല, ചർച്ച ചെയ്യേണ്ടത് പാർലമെൻറ്റിനകത്താണ്. ഈ ക്രിമിനലുകളെ, ഈ ദേശദ്രോഹികളെ, ഈ വിദ്യാർത്ഥി ദ്രോഹികളെ, നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന പരീക്ഷ അട്ടിമറിച്ച മനുഷ്യകുലത്തിൻ്റെ ശത്രുക്കളെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ സംസ്ഥാനത്തും പരീക്ഷാ ചോർച്ചയും മാൽപ്രാക്ടീസും കള്ളത്തരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള അനുഭവം നമ്മുടെ ജൻസി കുട്ടികൾക്ക് അറിയില്ല. അവർ ഈ ചരിത്രം വായിച്ചു നോക്കണം. പോലീസുകാരെ ആക്രമിക്കുകയാണ്, കല്ലെറിയാണ്, വാഹനങ്ങൾ തകർക്കുകയാണ്. തിരിച്ചും അക്രമങ്ങളുണ്ടായി, കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഞാനിതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. കോക്രോച്ച് പാർട്ടിയുടെ സോഷ്യൽ മീഡിയ പരിശോധിച്ചപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകളുടെ എണ്ണം കൂടുതൽ കണ്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ദേശദ്രോഹികളുടെ ഒരു ഗ്രൂപ്പാണെന്ന് പറഞ്ഞത്. ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരെ, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് താല്പര്യത്തിനെതിരെ ആര് ശ്രമിച്ചാലും ആരെ വെറുതെ വിടില്ല, ശക്തമായി നേരിടും എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. 2029 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് AP അബ്ദുള്ളക്കുട്ടി. അതിനുള്ള എല്ലാ വഴികളും ഒരുങ്ങിക്കഴിഞ്ഞു. നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും 2029 തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് പറയുകയാണ് അബ്ദുള്ളക്കുട്ടി. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ 29 മുമ്പ് തന്നെ ഈ ഒരൊറ്റ ഇലക്ഷൻ എല്ലാ സ്റ്റേറ്റ് അസംബ്ലിയും പിരിച്ചുവിട്ട് എല്ലാ പാർലമെൻറ്റിലേക്കും, എല്ലാ അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കും ഒന്നിച്ച് ഇലക്ഷൻ നടന്ന് 33 സ്ത്രീ സംവരണവും MLA-മാരുടെ MP-മാരുടെ ഒക്കെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം ഇന്ത്യയിലാകെ ഉണ്ടാകുമെന്നാണ് മോദി മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രായോഗികമായ സജഷൻ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കാൻ പോകുന്ന, കൈമുട്ടി അംഗീകരിക്കാൻ പോകുന്ന മനോഹരമായ ഒരു ജനാധിപത്യ കാഴ്ച കാണാൻ പോവുകയാണ് ഇന്ത്യ. അയോധ്യയിലെ ക്ഷേത്രക്കൊള്ള അത് വലിയ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുകൂടി AP അബ്ദുള്ളക്കുട്ടി പറയുന്നുണ്ട്. ഇതിലൊക്കെ തന്നെ അതിശക്തമായ നടപടി പാർട്ടിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അയോധ്യ വിഷയത്തിൽ നിങ്ങൾ നോക്കൂ, അതിൻ്റെ ഭാരവാഹികളെയൊക്കെ ആ സ്ഥലത്തുനിന്ന് ഉടനെ മാറ്റി. SIT ശക്തമായി അന്വേഷിക്കുന്നു, പലരെയും അറസ്റ്റ് ചെയ്തു. മുഖം നോക്കാതെ നടപടിയെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോകോത്തര നിലവാരമുള്ള കേന്ദ്രമാണ് അത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടെ നടന്നിട്ടുള്ള ഈ സംഭാവനക്കുള്ള വളരെ സങ്കടകരമാണ്. ശക്തമായ നടപടി സ്വീകരിച്ച് അവരെയൊക്കെ ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിപ്പിക്കണം എന്നുള്ള ഒരു ശക്തമായ വികാരം തന്നെയാണ് എനിക്കും പങ്ക്. എനിക്ക് ഒരു സജഷൻ മുന്നോട്ട് വെക്കാനുള്ളത്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിന് മുമ്പിലേക്കും ദേവസ്വം ബോർഡിന് മുന്നിലേക്കും വെക്കാനുള്ള സജഷൻ, നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചിലും ഈ ബണ്ണാരം നിരോധിച്ച ആളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റാണ് BJPക്ക് കിട്ടിയത്. ആ 3 വളരും എന്ന കാര്യം ഉറപ്പിച്ചു പറയുന്നു AP അബ്ദുള്ളക്കുട്ടി. പ്രചരണത്തിൽ ഉണ്ടായ പോരായ്മകൾ തിരിച്ചടിയുണ്ടാക്കിയിട്ടുണ്ട്. ബൂത്ത് തലത്തിലേക്ക് പ്രചരണം പോകാത്തത് വിമർശനപരമായി തന്നെ അദ്ദേഹം ഏറ്റുപറയുന്നുമുണ്ട്. ഫണ്ട് വിവാദം പൂർണ്ണമായും തള്ളുകയാണ് AP അബ്ദുള്ളക്കുട്ടി. പാർട്ടി ശത്രുക്കൾ ഉണ്ടാക്കുന്ന കഥകൾ എന്നാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ അതിനെയൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ AP അബ്ദുള്ളക്കുട്ടിയുമായുള്ള ഈ അഭിമുഖം ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.